അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ദുരന്തം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരി സ്വാബിരീൻ. 5 പരീക്ഷണങ്ങളുടെ രൂപം അള്ളാഹു പറയുന്നുണ്ട്. ബിശൈഇൻ മിനൽ ഖൗഫി, ഒന്ന് ഭയം. ഡോറ് തുറന്ന് രാത്രി 1:30 മണിക്ക് പുറത്തേക്ക് നോക്കിയപ്പോൾ വെള്ളച്ചാട്ടമാണ് കാണുന്നത്. ആ ഒരു ഞെട്ടല്, കരിങ്കല്ലിൻ കഷ്ണങ്ങൾ ഊർന്നിറങ്ങി വരുന്ന ആ രംഗം, ചളിവെള്ളം, അതിൻ്റെ കുത്തൊഴുക്ക്, അതിപ്പോഴും മനസ്സിന്ന് പോയിട്ടില്ല. ആ ഭീതിയിലാണ് കയ്യിൽ കിട്ടിയതുമെടുത്ത് മക്കളെയും എടുത്ത് ഓടിയവർ. വല്ലാത്തൊരു ഭയം, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. വൽ ജൂഴി, വിശപ്പ്. രാത്രി 1:30 മുതൽ പുലരുവോളവും അതിനുശേഷവും വിശന്ന് വലഞ്ഞ് കാപ്പിത്തോട്ടത്തിൽ കഴിഞ്ഞവർ. പരീക്ഷണത്തിൻ്റെ മറ്റൊരു മുഖം. വനഖ്സിൻ മിനൽ അംവാലി, കോടിക്കണക്കിന് ആസ്തിയുണ്ടായിരുന്നു, ലക്ഷക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നു. എല്ലാം മലവെള്ളപ്പാച്ചിലിൽ ആ കുത്തൊഴുക്കിൽ ഒലിച്ചു പോയി, സീറോ ആയി, വട്ടപൂജ്യമായി. വൽ അംഫുസി, ഒറ്റപ്പെട്ടുപോയി, ഉറ്റവരും ഉടയവരും ഒലിച്ചുപോയി. ഉപ്പ, ഉമ്മ, ജ്യേഷ്ഠൻ, അനിയൻ, മക്കൾ, പലരും നഷ്ടപ്പെട്ടു. തനിച്ചായി, ഒറ്റപ്പെടലിൻ്റെ ലോകത്താണ് പലരും. വസ്സമറാത്തി, ഒരുപാട് വാഴക്കുല തോട്ടങ്ങൾ, വാഴത്തോട്ടങ്ങൾ, വാഴക്കുല, പല ഫലങ്ങളും, അതൊക്കെ നഷ്ടപ്പെട്ടു, നശിച്ചുപോയി. പക്ഷേ ഇത് പരീക്ഷണത്തിൻ്റെ രൂപമാണെങ്കിലും അവർക്കും സന്തോഷിക്കാനാണ് വകുപ്പുള്ളത്. വബശ്ശിരി സ്വാബിരീൻ, സന്തോഷ വാർത്ത അറിയിക്കുക. ഇത്തരം ഘട്ടങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. പ്രിയമുള്ളവരെ, പൊതു സ്വഭാവം പല രീതിയിലാണ്. ഇപ്പോഴും കളിയുടെ സ്കോർ നോക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് വാർത്ത കേൾക്കുന്നവർ, മരണസംഖ്യ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം എത്ര പേർ വിജയിച്ചു എന്നറിയാൻ വേണ്ടി നോക്കുന്ന പോലെ ആ മരണസംഖ്യ നോക്കുന്നവർ. എന്നാൽ നമ്മുടെ ഇടപെടൽ എങ്ങനെ ആയിരിക്കണം? ഇത്രയും ആളുകൾ മരണപ്പെടുകയും അപകടപ്പെടുകയും മണ്ണിനടിയിൽ ആവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഇടപെടൽ എങ്ങനെയായിരിക്കണം? യസ്തക ഉളുമിന്നു തദാലഹു സാഹിറുൽ ജസദി ബിൽഹുമ്മ വസ്സഹർ. ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് നല്ല കുഴപ്പമുണ്ടെങ്കിൽ ശരീരം മൊത്തം ഉറക്കമൊഴിക്കുന്നത് പോലെ, പനി ബാധിക്കുന്നത് പോലെ, രാജ്യത്തിൻ്റെ ഏതു ഭാഗത്ത് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോഴും നമ്മളും ഉറക്കമൊഴിച്ച് അവരോടൊപ്പം നിൽക്കണം. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം, രോഗികൾക്ക് ചികിത്സ കൊടുക്കണം, ഡ്രസ്സില്ലാത്തവർക്ക് ഡ്രസ്സ് കൊടുക്കണം. നേതൃത്വം, പല സംഘടനകളും നമ്മളത് ആവശ്യപ്പെടുന്നുണ്ട്. ഡ്രസ്സും ഭക്ഷണവും മറ്റ് സാധനങ്ങളൊക്കെ അവിടെ എത്തിക്കാൻ. ഇവിടെയാണ് റബ്ബിനെ നമ്മൾ കാണേണ്ടത്. റബ്ബ് പറയുന്ന ഒരു വർത്താനമുണ്ട്: ഓ മനുഷ്യ, ഞാൻ വിശന്നപ്പോൾ നീ എന്തുകൊണ്ട് ഭക്ഷണം തന്നില്ല? ഞാൻ രോഗിയായപ്പോൾ നീ എന്തുകൊണ്ട് ചികിത്സിച്ചില്ല? ഞാൻ വസ്ത്രമില്ലാതിരുന്നപ്പോൾ നീ എന്തുകൊണ്ട് വസ്ത്രം തന്നില്ല? പടച്ച റബ്ബേ, നീ റബ്ബുൽ ആലമീനല്ലേ, നിനക്കെപ്പോഴാണ് രോഗം ബാധിച്ചത്? നിനക്കെപ്പോഴാണ് വിശപ്പനുഭവപ്പെട്ടത്? നിനക്കെപ്പോഴാണ് ഉടുമുണ്ടിന് ആവശ്യം വന്നത്? അപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി: നീ വയനാട്ടിൽ ചൂരൽമല, മുണ്ടക്കൈ,
ഇത്രയും ആളുകൾ ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ, അവർക്ക് രോഗം ബാധിച്ചപ്പോൾ, അവർക്ക് ഡ്രസ്സിന് വേണ്ടി മാറ്റാനൊരു തുണി പോലുമില്ലാതെ അവർ പ്രയാസപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് നീ അവിടെ ഓടിയെത്തിയില്ല? നീ എന്തുകൊണ്ട് ഭക്ഷണം നൽകിയില്ല, മരുന്ന് കൊടുത്തയച്ചില്ല? പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മുടെ ഇടപെടലുകൾ. നാം സ്കോർ നോക്കുന്ന പോലെ, ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം വിജയിച്ച സ്ഥാനാർത്ഥികൾ എത്രയാണെന്ന് നോക്കുന്നത് പോലെ വാർത്ത കേട്ടാൽ മാത്രം പോരാ. നമ്മുടെ ഇടപെടൽ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുകയും, രക്തം ആവശ്യമുള്ളവരുണ്ട്, ഡ്രസ്സ് ആവശ്യമുള്ളവരുണ്ട്, അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം. ഏറ്റവും ചുരുങ്ങിയത് മനമുരുകി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും, അത് പോകാൻ പറ്റാത്ത ആളുകൾ അതിനെങ്കിലും സമയം കണ്ടെത്തണം. ഇന്നലെ രാത്രി, ഇന്ന് രാത്രി ഒക്കെ കണ്ടമിടറി, തൊണ്ടയിടറി, കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക. മൻ നഫസ മുഅ്മിനിൻ കുർബത്തൻ നഫസല്ലാഹു കുർബത്തൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ഒരാളുടെ പ്രയാസം നാം തുറസാക്കുമ്പോൾ, അകറ്റുമ്പോൾ, നമ്മുടെ പ്രയാസം അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറസാക്കിത്തരും. ആയതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ, വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഇടപെടൽ എങ്ങനെയാണ്, ശാരീരികമായും മാനസികമായും നാം എന്ത് നിലപാടെടുത്തു എന്നത് വളരെ പ്രസക്തമാണ്. നമ്മെ എങ്ങനെ ബാധിക്കുന്നുണ്ട്, നാം എത്രത്തോളം അത് ഫീൽ ചെയ്തിട്ടുണ്ട്, ആ വിഷയത്തിൽ എത്രത്തോളം ഞാൻ സീരിയസ് ആയി കാണുകയും ആ വിഷയത്തെ ഗൗരവമായി കണ്ടുകൊണ്ട് നമ്മുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത്, അത് നാം സ്വയം മനസ്സിലാക്കുകയും വിലയിരുത്തുകയും വേണ്ടതൊക്കെ നാം ചെയ്യുകയും വേണ്ട രീതിയിൽ ആ വിഷയത്തെ സമീപിക്കുവാനും അതിലിടപെടുവാനും ഒരു സത്യവിശ്വാസിക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.